30 ഡേ ചലഞ്ചിൻ്റെ 10th ഡേ ചലഞ്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. 30 ഡേ ചലഞ്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേപ്പർ 1-ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 30 ഏരിയാസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനും അനാലിസിസുമാണ് ചെയ്യുന്നത്. അതിൻ്റെ 10ാമത്തെ ദിവസമായിട്ടുള്ള ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസോൾവ്ഡ് ഓക്സിജൻ എ വാട്ടർ ക്വാളിറ്റി, ഡിസോൾവ്ഡ് ഓക്സിജൻ ഓർ DO, a water quality parameter is essential in which of the following water bodies or sources? ഏതൊക്കെ വാട്ടർ ബോഡീസിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ വാട്ടർ സോഴ്സിലാണ് DO എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുന്ന ഒരു വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. DO എന്നുള്ള വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ എവിടെയൊക്കെയാണ് എസെൻഷ്യൽ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിനകത്ത് തന്നിട്ടുള്ളത് റിവർ വാട്ടർ, ലേക്ക് വാട്ടർ, ടാപ്പ് വാട്ടർ, അണ്ടർഗ്രൗണ്ട് വാട്ടർ ആൻഡ് പോണ്ട് വാട്ടർ. ഇങ്ങനെ 5 ടൈപ്പ് വാട്ടർ സോഴ്സസ് ആണ് തന്നിട്ടുള്ളത്. റിവർ, ലേക്ക്, ടാപ്പ്, അണ്ടർഗ്രൗണ്ട് ആൻഡ് പോണ്ട് വാട്ടർ എന്നുള്ളത്. ഇതിനകത്ത് നിന്ന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ജൂൺ 2024 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടൈപ്പ് വാട്ടർ ക്വാളിറ്റി പാരാമീറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ. സോ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഇതിൻ്റെ ആൻസർ അറിയുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ, വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? ഒരു വാട്ടറിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മെട്രിക്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് പേപ്പർ 1-ലെ എൻവിറോൺമെൻറ്റ് എന്നുള്ളൊരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏരിയയാണിത് വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് എന്നുള്ളത്. സോ ഈ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് എന്നുള്ളൊരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടുള്ള വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് COD, BOD, DO, pH ആൻഡ് ഹാർഡ്നെസ് എന്നുള്ള ഇങ്ങനെയുള്ള 5 വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ആണ് പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിട്ടുള്ളത്. COD, BOD, DO, pH ആൻഡ് ഹാർഡ്നെസ് എന്നുള്ള 5 വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം ഇതൊക്കെ എന്താണ് എന്നുള്ളതും എന്തൊക്കെയാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതും. ആദ്യത്തെ ഒരു വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ആണ് COD എന്നുള്ളത്. COD ഓർ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ളത്. COD അല്ലെങ്കിൽ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ ആയിട്ട് പറയാനുള്ളത്. എന്താണ് COD എന്നുള്ളത്? കേട്ടിട്ടുണ്ടോ COD എന്നുള്ളത്? COD ഓർ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ളത് എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു കെമിക്കലി ബ്രേക്ക് ഡൗൺ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് പൊല്യൂട്ടൻസ് ഇൻ വാട്ടർ. വാട്ടറിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഓർഗാനിക്കും ഇനോർഗാനിക്കുമായിട്ടുള്ള പൊല്യൂട്ടൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്ന പേരാണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ളത്. ഒന്നുകൂടി പറയാണ്, വാട്ടറിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് പൊല്യൂട്ടൻസ്, വാട്ടറിനകത്തുള്ള ഓർഗാനിക്കും ഇനോർഗാനിക്കുമായിട്ടുള്ള പൊല്യൂട്ടൻസിനെ കെമിക്കലി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, അറിഞ്ഞിരിക്കുക, കെമിക്കലി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഓക്സിജൻ, എത്രത്തോളം ഓക്സിജൻ ആവശ്യമാണ് എന്നുള്ളതിൻ്റെ ആ ഒരു എമൗണ്ടിന് പറയുന്ന പേരാണ് COD ഓർ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ളത്. ഒന്നും കൂടി പറയാം, വാട്ടറിനകത്തുള്ള ഓർഗാനിക്കും ഇനോർഗാനിക്കുമായിട്ടുള്ള പൊല്യൂട്ടൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഓക്സിജന് നമ്മൾ പറയുന്ന പേരാണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഓർ COD എന്നുള്ളത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് പൊല്യൂഷൻ ഫ്രം ഇൻഡസ്ട്രിയൽ ആൻഡ് ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ. ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കും ആയിട്ടുള്ള വേസ്റ്റ് വാട്ടറിൽ എത്രത്തോളം പൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ COD ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അറിഞ്ഞിരിക്കുക, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ, ഇങ്ങനെയുള്ള വേസ്റ്റ് വാട്ടറിൽ എത്രത്തോളം പൊല്യൂട്ടൻസ് ഉണ്ട് എന്നുള്ളത്, അതിൻ്റെ എമൗണ്ട് ഓഫ് പൊല്യൂഷൻ കാണുന്നതാണ് COD എന്നുള്ളത്. CODയുടെ അളവ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഹയർ പൊല്യൂഷൻ ലെവലായിരിക്കും. ആ ഒരു വാട്ടറിൽ CODൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ പൊല്യൂഷൻ്റെ ലെവലും കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഹയർ COD മീൻസ് ഹയർ പൊല്യൂഷൻ ലെവൽസ്. CODയുടെ അളവ് കൂടുതലാണെങ്കിൽ അവിടെ പൊല്യൂഷൻ കൂടുതലായിരിക്കും എന്നുള്ള. ഏറ്റവും പൊല്യൂഷൻ പ്രധാനമായിട്ടും വരുന്നത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടറുമാണ്. ഇൻഡസ്ട്രിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വേസ്റ്റ് വാട്ടർ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആയിട്ട് വീടുകളിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടറിലൊക്കെ ഉള്ളതാണ് ഈ COD എന്നുള്ളത്, ഈ ഒരു എമൗണ്ട് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഒരു പാരാമീറ്ററാണ് BOD എന്നുള്ളത്. അടുത്തൊരു വാട്ടർ ക്വാളിറ്റി പാരാമീറ്ററാണ് BOD ഓർ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ളത്. BOD എന്നുള്ളതാണ് അടുത്തൊരു പാരാമീറ്റർ ആയിട്ട് പറയുന്നത്. ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ളത് എമൗണ്ട് ഓഫ് ഓക്സിജൻ നീഡഡ് ബൈ മൈക്രോ ഓർഗാനിസം ടു ഡീകമ്പോസ് ഓർഗാനിക് മാറ്റർ ഇൻ ദ വാട്ടർ. വാട്ടറിന് അകത്തുള്ള ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള
എമൗണ്ട് ഓഫ് ഓക്സിജൻ എത്രയാണ് എന്നുള്ളതിൻ്റെ അളവാണ് BOD എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, വാട്ടറിനകത്തുള്ള ഓർഗാനിക് മാറ്റേഴ്സിനെ ഡീകമ്പോസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഓക്സിജന്റെ അളവ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് BOD ഓർ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ളത്. അറിഞ്ഞിരിക്കുന്നത് തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ എന്ന് പറഞ്ഞാൽ വാട്ടറിനകത്തുള്ള ഓർഗാനിക് മാറ്ററിനെ മാത്രം ഡീകമ്പോസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഓക്സിജൻ പറയുന്ന പേരാണ് ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ളത്. അത് എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓർഗാനിക് പൊല്യൂഷൻ എത്ര ഉണ്ട് എന്നുള്ളതാണ്. ഓർഗാനിക് പൊല്യൂഷൻ, ആ വെള്ളത്തിന്റെ ഓർഗാനിക് പൊല്യൂഷൻ എത്രയാണ് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മെട്രിക്സ് ആണ് BOD എന്നുള്ളത്. ഹൈ BOD റെഡ്യൂസസ് ഓക്സിജൻ ഫോർ അക്വാട്ടിക് ലൈഫ്. BODയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ആ വെള്ളത്തിലുള്ള ഓക്സിജന്റെ എമൗണ്ട് കുറയും. അത് അക്വാട്ടിക് ലൈഫിന്, അതിനകത്തുള്ള ഫിഷും മൈക്രോ ഓർഗാനിസത്തിനൊക്കെ സർവൈവ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഹൈ BOD എന്നുള്ളത്, അല്ലെങ്കിൽ BODയുടെ അളവ് കൂടുക എന്നുള്ളത്. BODയുടെ അളവ് കൂടുക അത് പറയുന്നത് എന്താണ്? റെഡ്യൂസസ് ഓക്സിജൻ ഫോർ അക്വാട്ടിക് ലൈഫ്. ആ ഒരു അക്വാട്ടിക് ലൈഫിലുള്ള, ഫോർ എക്സാമ്പിൾ ഫിഷ് ആവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൈഫ് ആവട്ടെ, അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ അളവ് കുറയുക എന്നുള്ളതാണ് ഹൈ BOD എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിഷ് കിൽസ് അതൊക്കെ സംഭവിക്കാനുള്ള ഒരു റീസൺ ആണ് ഹൈ BOD എന്നുള്ള, അല്ലെങ്കിൽ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നുള്ളത്. ഇതാണ് CODയും BODയും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ അടുത്തൊരു ക്വാളിറ്റി പാരാമീറ്റർ എന്ന് പറയുന്നത് DO ആണ്. DO ഓർ ഡിസോൾവ്ഡ് ഓക്സിജൻ. DO അല്ലെങ്കിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ് അടുത്തൊരു ക്വാളിറ്റി പാരാമീറ്റർ എന്നുള്ളത്. DO എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ എസെൻഷ്യൽ ഫോർ അക്വാട്ടിക് ലൈഫ്. വാട്ടറിൽ ഡിസോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ള എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ് DO എന്നുള്ളത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, DO ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത് വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ് DO എന്നുള്ളത്. എസെൻഷ്യൽ ഫോർ അക്വാട്ടിക് ലൈഫ്, അറിയാലോ, ഏതൊരു ലൈഫിനാണെന്നുണ്ടെങ്കിലും സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇങ്ങനെയുള്ള അക്വാട്ടിക് ലൈഫിനൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി പാരാമീറ്റർ ആണ് DO എന്നുള്ളത്, ഓർ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്നുള്ളത്. ഒന്നും കൂടി പറയാം, DO എന്നുള്ളത് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ആ വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഓക്സിജനെ സൂചിപ്പിക്കാൻ പറയുന്ന പേരാണ് DO എന്നുള്ളത്. ലോ DO ലെവൽസ് ഇൻഡിക്കേറ്റ് വാട്ടർ പൊല്യൂഷൻ ആൻഡ് ഓക്സിജൻ ഡിപ്ലീഷൻ. അങ്ങനെയുള്ള ഓക്സിജന്റെ അളവ് കുറയുകയാണെങ്കിൽ ആ സിറ്റുവേഷന് പറയുന്ന പേരാണ് ലോ DO എന്നുള്ളത്, അല്ലെങ്കിൽ ലോ ഡിസോൾവ്ഡ് ഓക്സിജൻ. അങ്ങനെയുള്ള സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ടർ പൊല്യൂഷൻ ആണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഓക്സിജൻ ഡിപ്ലീഷനും, വാട്ടറിലുള്ള ഓക്സിജന്റെ അളവ് കുറയുക എന്നുള്ളതാണ് ഓക്സിജൻ ഡിപ്ലീഷൻ. സോ ഇറ്റ് വിൽ കോസ് വാട്ടർ പൊല്യൂഷൻ എന്നുള്ളതാണ്. സോ ലോ DO എന്ന് പറയുന്നത്, അല്ലെങ്കിൽ DOയുടെ അളവ് കുറയുന്നതാണ് വാട്ടർ പൊല്യൂഷനും അതുപോലെ തന്നെ ഓക്സിജൻ ഡിപ്ലീഷനും സംഭവിക്കുന്നത്. ബിക്കോസ് DO ഈസ് എസെൻഷ്യൽ ഫോർ ഫിഷ് ആൻഡ് അതർ അക്വാട്ടിക് ഓർഗാനിസം. ഫിഷിനും അതുപോലുള്ള മറ്റു ഓർഗാനിസത്തിനും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓക്സിജന്റെ അളവാണ് ഈ DO അല്ലെങ്കിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ക്വാളിറ്റി പാരാമീറ്റർ ആണ് pH ഓർ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നുള്ളത്. H എന്നുള്ളത് ഹൈഡ്രജനാണ് സൂചിപ്പിക്കുന്നത്, pH എന്ന് പറയുന്നത്. പിന്നെ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒന്നാണ് pH എന്നുള്ളത്, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നുള്ളതാണ്. മെഷേഴ്സ് ഹൗ അസിഡിക് ഓർ ആൽക്കലൈൻ വാട്ടർ ഓൺ എ സ്കെയിൽ ഓഫ് 0 to 14. ഒരു 0-14 സ്കെയിലിൽ ഒരു വാട്ടർ എത്രത്തോളം അസിഡിക് ആണ്, ആൽക്കലൈൻ ആണ് എന്ന് തീരുമാനിക്കുന്ന ഒരു ക്വാളിറ്റി പാരാമീറ്റർ ആണ് pH എന്നുള്ളത്. pH ബേസിക്കലി പറയുന്നത് എന്താണ്? ഒരു വാട്ടർ ലെവലിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് എത്രത്തോളം അസിഡിക് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ബേസിക് ആണ്, ആൽക്കലൈൻ ആണ് എന്ന് പറയുന്നത് ഒരു കൗണ്ടാണ് pH അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നുള്ളത്. നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ആ സ്കെയിൽ എന്ന് പറയുന്നത് 0 to 14 എന്നുള്ളൊരു സ്കെയിലാണ്. ആ ഒരു സ്കെയിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ആ വെള്ളം എത്രത്തോളം അസിഡിക് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ബേസിക് ആണ് എന്നുള്ള ആ ഒരു മെഷർമെന്റ് ആണ് pH എന്ന് പറയുന്നത്. അസിഡിക് എന്ന് പറയുന്നത് pH 7നേക്കാളും കുറവാവുകയാണെങ്കിൽ, pH 7 എന്ന് പറയുന്നതാണ് ന്യൂട്രൽ pH എന്ന് പറയുന്നത് pH = 7 ആണ്. pHന്റെ അളവ് 7 ആവുകയാണെങ്കിൽ അതാണ് ന്യൂട്രൽ എന്നുള്ളത്. അതിനേക്കാളും കുറവാവുകയാണെങ്കിൽ അതാണ് അസിഡിക് വാട്ടർ എന്നുള്ളത്. അസിഡിക് വാട്ടർ എന്ന് പറയുന്നത് pHന്റെ അളവ് <7ഉം ആൽക്കലൈൻ വാട്ടർ എന്നുള്ളത് pHന്റെ അളവ് <7 ആണ്. pH <7 എന്നുള്ളതാണ് ആൽക്കലൈൻ വാട്ടർ എന്നുള്ളത്. സോ ഇതാണ് pH എന്നുള്ള ഈ ഒരു മെഷർ. pH എന്ന് പറയുന്നത് അസിഡിക്കോ ബേസിക്കോ എന്ന് തീരുമാനിക്കുന്ന ഒരു മെഷറാണ് pH അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നുള്ളത്. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നുള്ളത് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്ന് തീരുമാനിക്കുന്നതാണ്. ന്യൂട്രൽ pH എന്ന് പറയുന്നതിന് pH 7 ആണ് ന്യൂട്രൽ എന്നുള്ളത്. pH = 7 എന്ന് പറയുന്നതാണ് ന്യൂട്രൽ എന്നുള്ളത്. ഓർത്തിരിക്കുക, pH കുറവാവുകയാണെങ്കിൽ അസിഡിക് ആണ്, pH കൂടുതലാവുകയാണെങ്കിൽ ബേസിക് ആണ് അല്ലെങ്കിൽ ആൽക്കലൈൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ pH ആയിട്ട് ബന്ധപ്പെട്ട്
പി എച്ചിന് കോൺസെൻട്രേറ്റ് ചെയ്തും ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അറിഞ്ഞിരിക്കുക പി എച്ച് എന്നുള്ളത് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്ന് തീരുമാനിക്കുന്നതാണ് പി എച്ച്. നെക്സ്റ്റ് അടുത്തൊന്നാണ് ലാസ്റ്റ് ഒന്നാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഹാർഡ്നെസ് ഒരു വെള്ളത്തിൻ്റെ വാട്ടറിൻ്റെ ഹാർഡ്നെസ് ലെവൽ എന്നുള്ളതാണ് അടുത്തൊരു ക്വാളിറ്റി പാരാമീറ്റർ എന്നുള്ളത്. എമൗണ്ട് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം അയോൺസ്, ആ വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും അയോൺസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ എമൗണ്ട് ആണ്, മെഷർമെൻ്റ് ആണ് ആ ഒരു വാട്ടറിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് 2 ടൈപ്പാണ് ഹാർഡ്നെസ് പറയുന്നത്. ഹാർഡ്നെസ്സിൻ്റെ അടിസ്ഥാനത്തിൽ വാട്ടറിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് സോഫ്റ്റ് വാട്ടർ എന്നും മറ്റൊന്ന് ഹാർഡ് വാട്ടർ എന്നും. സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് ലെസ് ദാൻ 60 എന്നുള്ളതാണ്. ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 120 എന്നുള്ളതാണ്. ഈ ഒരു ഹാർഡ്നെസ്സിൻ്റെ അളവ് 60 mg/ലിറ്റർ ആണ് എന്നുണ്ടെങ്കിൽ, അതിലും കുറവാണ് എന്നുണ്ടെങ്കിൽ അതാണ് സോഫ്റ്റ് വാട്ടർ. 120 mg/ലിറ്റർ എന്നുള്ളതാണ്. അതിനേക്കാളും കൂടുതലാവുകയാണെങ്കിൽ അതാണ് ഹാർഡ് വാട്ടർ എന്നുള്ളത്. ഇങ്ങനെയാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അറിഞ്ഞിരിക്കുക ഹാർഡ്നെസ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം അയോൺസ് ഇൻ വാട്ടർ. വെള്ളത്തിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള കാൽഷ്യം മെഗ്നീഷ്യത്തിൻ്റെ അയോൺ കൗണ്ടാണ് ഹാർഡ്നെസ് എന്നുള്ളത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ്. 5 നമ്മൾ പറഞ്ഞത് COD, BOD, DO, പിന്നെന്തായിരുന്നു പി എച്ച്, ലാസ്റ്റ് ഒന്നാണ് ഹാർഡ്നെസ് എന്നുള്ളത്. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ ഡിസോൾഡ് ഓക്സിജൻ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ എസെൻഷ്യൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് വാട്ടർ ബോഡീസ്, ഏത് വാട്ടർ ബോഡീസിലാണ് വാട്ടർ സോഴ്സിലാണ് ഡിസോൾഡ് ഓക്സിജൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എസെൻഷ്യൽ ആയിട്ടുള്ളത്. ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആ ഒരു വാട്ടർ ബോഡിയിലുള്ള അക്വാട്ടിക് ലൈഫിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിസോൾഡ് ഓക്സിജൻ എന്നുള്ളത്. സോ ഏതിലൊക്കെ ആയിരിക്കും അക്വാട്ടിക് ലൈഫ് ഉണ്ടാവുക എന്നുള്ളത്, ഏതൊക്കെ ടൈപ്പ് വാട്ടർ ബോഡിയിലാണ് അക്വാട്ടിക് ലൈഫിന് ഇമ്പോർട്ടൻസ് ഉള്ളത് എന്നുള്ളത് അതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. സോ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ട് നോക്കുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഓക്കെ, 1 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. 1 എന്ന് പറയുന്നത് ഒന്ന് റിവർ വാട്ടർ, മറ്റൊന്ന് എന്താണ് ലേക്ക് വാട്ടർ, മറ്റൊന്ന് എന്താണ് പോണ്ട് വാട്ടർ. ഈ ഒരു 3 വാട്ടർ സോഴ്സാണ് അക്വാട്ടിക് ലൈഫിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അറിഞ്ഞിരിക്കുക, ഒന്ന് റിവർ വാട്ടർ, മറ്റൊന്ന് ലേക്ക് വാട്ടർ, മറ്റൊന്ന് പോണ്ട് വാട്ടർ. ഇങ്ങനെയുള്ള ഈ 3 വാട്ടർ സോഴ്സാണ് അക്വാട്ടിക് ലൈഫിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത്. സോ അവിടെയാണ് ഡിസോൾഡ് ഓക്സിജൻ്റെ റോള് വരുന്നത്. ഡിസോൾഡ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അക്വാട്ടിക് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഓക്സിജൻ പറയുന്നതാണ് ഡിസോൾഡ് ഓക്സിജൻ എന്നുള്ളത്. സോ കറക്റ്റ് ആൻസർ എന്നുള്ളത് എന്തായിരിക്കും? 1 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദ ഹയസ്റ്റ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്? BOD, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഏറ്റവും കൂടിയിട്ടുള്ള ബോഡി ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. BOD അല്ലെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഏറ്റവും കൂടിയിട്ടുള്ള ബോഡി ഏതാണ്? ഓപ്ഷൻസിനകത്തുള്ളത് പോർട്ടബിൾ വാട്ടർ, അൺപൊല്യൂട്ടഡ് സർഫസ് വാട്ടർ, കണ്ടാമിനേറ്റഡ് സർഫസ് വാട്ടർ, മുനിസിപ്പൽ സീവേജ് എഫ്ലുവൻറ്റ്. അങ്ങനെ 4 ഓപ്ഷനാണ് ഉള്ളത്. സോ അറിഞ്ഞിരിക്കുക എന്താണ് BOD എന്നുള്ളത്. ആ BODയുടെ ഡെഫിനേഷൻ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ആൻസറിലേക്ക് എത്തുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? എവിടെയായിരിക്കും ഏറ്റവും ഹയസ്റ്റ് ഉണ്ടാവുക? യെസ്, മുനിസിപ്പൽ സീവേജ് എഫ്ലുവൻറ്റ്. മുനിസിപ്പൽ സീവേജ് എഫ്ലുവൻറ്റ് നമ്മൾ പറഞ്ഞു. BOD എന്ന് പറയുന്നത് എന്തായിരുന്നു? വേസ്റ്റ് എന്നുള്ളതാണ്, വേസ്റ്റ് വാട്ടർ എന്നുള്ളത്. ഇൻഡസ്ട്രിയലിന് അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കുമായിട്ട് വരുന്ന വേസ്റ്റ് വാട്ടറാണ് BOD എന്നുള്ളത്. സോ ഏറ്റവും കൂടുതലുള്ളത് മുനിസിപ്പൽ സീവേജ് എഫ്ലുവൻറ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ BOD എന്നുള്ള ഈ ഒരു വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ ഉണ്ടാവുക എന്നുള്ളത്. ഇതൊക്കെ അല്ലേ? ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഓഫ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD ഡിസോൾഡ് ഓക്സിജൻ ഓഫ് എ വാട്ടർ ബോഡി. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എങ്കിൽ BOD കാരണം DOക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. BOD കാരണം DOക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻക്രീസസ്, ഡിക്രീസസ്, റിമെയിൻ അൺചേഞ്ച്ഡ്, ഇനീഷ്യലി ഇൻക്രീസ് ദെൻ ഡിക്രീസ്. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? BOD എവിടെ കിടക്കുന്നു, DO എവിടെ കിടക്കുന്നു എന്നുള്ളത്. BODയും DOയും തമ്മിലുള്ള കമ്പാരിസൺ ആണ് വന്നിട്ടുള്ളത്. ഒരു വാട്ടർ ബോഡിയിൽ BODയുടെ അളവ് കാരണം DOക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. DO അല്ലെങ്കിൽ ഡിസോൾഡ് ഓക്സിജൻ, ആ വാട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള ഓക്സിജൻ്റെ അളവാണ് DO അല്ലെങ്കിൽ ഡിസോൾഡ് ഓക്സിജൻ എന്നുള്ളത്. അതിനെന്തായിരിക്കും സംഭവിക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കുക. BOD ഉണ്ട് എന്നുണ്ടെങ്കിൽ BOD കാരണം DOക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ്. എന്തായിരിക്കും? യെസ്, ഡിക്രീസസ്.
BOD ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും, ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. സോ ഡിക്രീസസ് എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഡിക്രീസസ് എന്നുള്ളതാണ് ആൻസർ. ഓർത്തിരിക്കുക എങ്ങനെ അത് ഡിക്രീസസ് ആയി എന്നുള്ളത്. ഇതാണ് വാട്ടർ ക്വാളിറ്റി പാരാമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്ന ഏരിയയിൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.